പോലും വഹിക്കുന്നില്ല, പ്രധാനമന്ത്രിയെ വഹിക്കുന്നില്ല. പിന്നെ ഈ നമ്മൾ ആശമാരെ വഹിക്കാം വേണ്ട. അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥയുണ്ടാകും, അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. രണ്ടും സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ല. ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നു, മുഖ്യമന്ത്രിയുമായിട്ട് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം. ഒരു സഹോദരൻ ഞങ്ങളുടെ അടുത്തെത്തിയൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അദ്ദേഹം വെറുമാക്ക് പറയാറില്ല. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു, അത് എത്തിക്കേണ്ടിടത്ത് എത്തി. 2 ദിവസം കൊണ്ട് നമ്മുടെ നേതാക്കന്മാരെ, അതായത് ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലെ ഇല്ലാതെ അപമാനകരമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അവരുടെ വീട്ടിലെ സ്ത്രീകൾ എങ്ങനെയാണോ അവരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്? സമരം വിജയിക്കാത്ത രീതിയിൽ ഞങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമരത്തിന് പിന്തുണയുമായി എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ സമരത്തിനുള്ള ഐക്യദാർഢ്യവുമായി മൈക്ക് പറഞ്ഞെങ്കിലാ അപേക്ഷകനെ ആവാനും മോദിജിയെ പോലും വഹിക്കുന്നില്ല, പ്രധാനമന്ത്രിയെ വഹിക്കുന്നില്ല. പിന്നെ ഈ നമ്മൾ ആശമാരെ വഹിക്കാം വേണ്ട. ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോകുമായിരുന്നു. അതൊക്കെ കൈ വെച്ചിരുന്നാണ്, അതൊന്നും നടക്കത്തില്ല. അതൊക്കെ കണക്കുള്ള കരുവന്നൂരിൻ്റെ ഫലം നിങ്ങൾ കാരക്കോണത്തും കണ്ടില്ലേ? ഇനി പലയിടങ്ങളിലേക്ക് വരും. വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ
അങ്ങനെ താഴ്ത്തി കാണണ്ട. പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ട് രണ്ടും. അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികളുണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാനീയനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കുന്നു. അതാ പറഞ്ഞേ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാൻ ആവശ്യപ്പെടാം. അല്ല, ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത ഒരു സൂചനയാണ്. ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. ഞാനല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. പക്ഷേ അതിലേക്ക് പ്രചോദിപ്പിക്കും. അത് പക്ഷേ സമരപ്രഖ്യാപനമല്ല, അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാനത് ചെയ്യണം. പക്ഷെ ഇത് ഞാൻ ചെയ്യാൻ പാടില്ല. ഈ സമരത്തിൻ്റെ ഭാഗം ഞാനല്ല. ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യരെ കാണാൻ കേട്ടു. അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. താങ്ക് യു. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. മണവാട്ടി പെണ്ണൊരുങ്ങ് മാമൂമൈ പൂത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടി മുല്ലേ ഇന്നല്ലേ നിന്റെ കല്യാണം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. തങ്കം തരില്ലേ പൂത്തിങ്കൾ തിടമ്പ് തട്ടാരൻ പോരില്ലേ തൈമാസപ്രാവ്. താരം തൂവൽ കിനാവ് ചേലോടെ ചാർത്താലോ ചെമ്മാനച്ചേല. മൂവന്തി മുത്തേ നീ കാർക്കൂന്തൽ മെനയണം മാണിക്യമൈനേ നീ കച്ചേരി പാടേണം. കല്യാണം കാണാൻ വരേണം കണ്ണാടി മുല്ലേ കല്യാണം കാണാൻ വരേണം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ കണിയാരത്തമ്പിളിപ്പന്തൽ. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരത്തിന് നിരവധി രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും നേതാക്കളുടെയും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയത്തിന് മുൻപാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നത്. എന്തായാലും ഈ ആശാവർക്കർമാരോട് നിരവധി കാര്യങ്ങൾ സുരേഷ് ഗോപി സംസാരിക്കുകയുണ്ടായി. എന്തായാലും അവരോട് തന്നെ ചോദിക്കാം. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്? സാറ് പ്രത്യേകിച്ചൊന്നും നമ്മളോട് സംസാരിച്ചില്ല. ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നു. മുഖ്യമന്ത്രിയുമായിട്ട് വിളിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ മുഖ്യമന്ത്രി നമ്മുടെ സമരത്തിനെ കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ. ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും എന്നുള്ളത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ സാറ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കേന്ദ്രമായിട്ട് ആലോചിച്ചിട്ട് ബാക്കി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ മാക്സിമം ചെയ്ത് തരാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ NHM ഇന്ന് വന്ന പേപ്പറിൻ്റെ കാര്യം എല്ലാവരും ഒരു സർക്കുലർ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വർക്ക് ചെയ്യാത്ത സമരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശമാരുടെ പകരം വേറൊരാളിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കുലർ എല്ലായിടത്തും തന്നിട്ടുണ്ട്. ആരൊക്കെയാണ് സമരത്തിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കണക്ക് ഒരാഴ്ച മുമ്പേ എടുത്തിരുന്നു. അത് വിട്ടിട്ട് പുതിയതായിട്ട് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോഴത് മാറി വേറെ എത്ര ലക്ഷം രൂപ അനുവദിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് 2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്തവരെ പകരം ഇത് നമ്മുടെ സംവിധാനത്തിലോട്ട് കൊണ്ടുവരണമെന്നുള്ളതാണ്. അത് എത്രത്തോളം ഫലവത്താവുമെന്ന് നമുക്ക് നടക്കട്ടെ. ഞങ്ങൾക്ക് എന്തായിരുന്നാലും ഞങ്ങളെ സമരം വിജയിപ്പിക്കുക. പിന്നെ സമരം വിജയിക്കാത്ത രീതിയിൽ ഞങ്ങൾക്കൊരു
തിരിച്ചുപോക്കില്ല. ഇവിടെ നിന്നും തിരിച്ചുപോക്ക് ഞങ്ങളുടെ FHCയിലോട്ട് തിരിച്ചുപോക്കെന്ന് പറയുന്നത് സമരം വിജയിക്കാത്ത രീതിയിലില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് നമുക്കൊരു പേടിയുമില്ല. പിന്നെ 2 ദിവസം കൊണ്ട് നമ്മുടെ നേതാക്കന്മാരെ, അതായത് ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലെ ഇല്ലാത്ത, അത് മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അപമാനകരമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീപക്ഷ സർക്കാരെന്നും സ്ത്രീകൾക്ക് ഒരുപാട് പിന്തുണ കൊടുക്കുന്ന സർക്കാർ എന്നൊക്കെ പറയുന്നവർ ഈ ഒരു അവരുടെ വീട്ടിലെ സ്ത്രീകളെ എങ്ങനെയാണോ അവരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, തീരെ വില കുറഞ്ഞ രീതിയിലൊക്കെയാണ് സംസാരങ്ങൾ. അതൊക്കെ വളരെ മോശം. ഞങ്ങളെല്ലാവരും കൂടി ആ കോവിഡ് സമയത്ത് ഇതുപോലൊരു സമരത്തിൻ്റെ പിന്നിലോട്ട് പോയിരുന്നെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താവുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തിട്ട് അതെല്ലാം വിട്ടിട്ട് ഞങ്ങൾ അന്ന് ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടിയത്. ഇന്ന് ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പോരാടുന്നു. പക്ഷേ അത് സർക്കാർ കണ്ടില്ല. അന്ന് സർക്കാരിന് വന്ന നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിച്ചു നിന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. സർക്കാർ ഞങ്ങളെ കാര്യങ്ങളിൽ ഇല്ല. ഞങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ആ സമയത്ത് വാക്കുകൊണ്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഇന്നിപ്പം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയല്ല. സുരേഷ് ഗോപി വന്നത് പോസിറ്റീവായിട്ടാണോ കാണുന്നത്? സുരേഷ് ഗോപി വന്നത് പോസിറ്റീവായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കാണുന്നത്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ സമരപന്തലിനൊരു പ്രത്യേക ഒരു ആവശ്യമുണ്ടായി. ഞങ്ങളെല്ലാവരും അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ പാട്ട് പാടിയാണ് ഞങ്ങളെ സ്വീകരിച്ചതും. പക്ഷേ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം അദ്ദേഹത്തിനെ പോലെ ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങളുടെ മുഴുവൻ പേരുടെ ഒരു സഹോദരൻ ഞങ്ങളുടെ അടുത്തെത്തിയൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അദ്ദേഹം വെറുമൊക്കെ പറയാറില്ല, എന്തെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള നേട്ടം ഉണ്ടാക്കി തരുമെന്നുള്ള ഒരു ഉറപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നത് ആശമാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് അവരും പ്രതികരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപി ആശാ വർക്കർമാരോട് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംഭാഷണം നടത്തും. ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ, ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുമെന്നാണ് ആശാ വർക്കർമാരോട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.